യെശയ്യാ പ്രവചനം 12-ാം അധ്യായം നാം ഇവിടെ വായിക്കുവാൻ പോകുകയാണ്. We are going to read from Isaiah chapter 12. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവർത്തികളെ അറിയിക്കുവീൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുവീൻ, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ ഘോഷിച്ച് ഉല്ലസിക്കുവീൻ. And in that day you will say, O Lord, I will praise you. Though you were angry with me, your anger is turned away, and you comfort me. Behold, God is my salvation. I will trust and not be afraid. For the Lord is my strength and my song. He also has become my salvation. Therefore with joy you will draw water from the wells of salvation. And in that day you will say, praise the Lord, call upon his name, declare his deeds among the peoples, make mention that his name is exalted. Sing to the Lord, for he has done excellent things. This is known in all the earth. Cry out and shout, O inhabitants of Zion, for great is the Holy One of Israel in your midst. യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. For the Lord is my strength and my song. He has also become my salvation. Therefore I will trust and not be afraid. നാം വായിച്ചതായ തിരുവചന ഭാഗം നമുക്കറിയാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ അവർ വളരുവാനും പടരുവാനും വർദ്ധിച്ചു വരുവാനും ഇടയായി തീർന്നു. The passage we read is about the chosen people Israel who were growing and being fruitful under the provision and protection of our Lord. എന്നാൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവർ ലോകത്തെ നോക്കിക്കൊണ്ട് അവരുടെ മനസ്സ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. But when different situations came, they started looking into the world and their hearts were turned to the world. ജീവനുള്ള ദൈവം തങ്ങളെ സംരക്ഷിച്ചതായ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർക്കാതെ ലോകമയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ വഴുതി വീണു. The living God who did great things for them and protected them, they forgot him and went into the world. അങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും അവർ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ടതായിട്ട് വിശുദ്ധ വേദം ഓർമ്മിപ്പിക്കുന്നു. And because of this, in all these situations they had to face a lot of troubles, as we read in the book. എന്നാൽ കരുണയോടുകൂടെ ദൈവത്തിന്റെ കരുണയുടെ മുഖം അന്വേഷിച്ചുകൊണ്ട് അനുതാപത്തോടെ പ്രാർത്ഥിച്ച എല്ലാ സന്ദർഭത്തിലും മറ്റൊന്നും ഓർക്കാതെ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തെ നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ കഴിയുന്നു. But also when they sought the Lord with mercy and a repenting heart, the Lord turned to them and rescued them. That's what we read. വലിയ ന്യായവിധിയുടെ വക്കിൽ നിൽക്കുന്നതായ ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ കോപം ജ്വലിച്ചു നിൽക്കുന്നതായ ഒരു സമയം. എന്നാൽ ഈ വചനഭാഗത്തിൽ കാണാൻ കഴിയുന്നത് ലോക ജനതയെ, ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കുന്നതിനായി ഇശ്ശായിയുടെ കൊമ്പിൽ നിന്ന് ഒരു വേരിനെ മുളപ്പിക്കുന്നതായിട്ടാണ് ഇതിന്റെ പശ്ചാത്തലം. The context of this is that the people are standing in before judgment, before the fierce anger of the Lord, but Lord is choosing from the root of Jesse to deliver them. നാം ഓർക്കണം, ദൈവത്തിന്റെ കരുണയ്ക്കായി കാംക്ഷിച്ചിട്ടുള്ള എല്ലാ സമയങ്ങളിലും ദൂരത്തിരിക്കാതെ അടുത്തിരിക്കുന്നതായ ഒരു ദൈവത്തെ വേദപുസ്തകം പരാമർശിക്കുന്നു. We have seen whenever we have waited for the mercy of the Lord has not been far, but he has always come closer to them. ജീവിതത്തിൽ വലഞ്ഞുഴലുന്നതായ ജീവിതങ്ങൾ ഓർക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം, ദൈവത്തോട് അടുത്തു വന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും എന്നുള്ളതാണ്. Even when we are troubled in our lives, if we draw closer to the Lord, he will draw close to us. ഇവിടെ
ദൈവത്തിന്റെ കരുണയുടെ കരം അവർക്ക് വേണ്ടി നീട്ടുകയാണ്. Here also the hand of mercy is being stretched out for them. ഇവിടെ ദൈവത്തിന്റെ വിശേഷമായ ഒരു തലം അവർക്ക് വേണ്ടി തുറക്കുകയാണ്. And here a very different, a special opening is happening for them through the Lord. പ്രിയമുള്ളവരെ, നാം കാണണം, ദൈവത്തിന്റെ പ്രവൃത്തികൾ വിശേഷതയുള്ള പ്രവൃത്തികളാണ്. We need to know that the works of the Lord are very special. ദൈവം ഏത് കാര്യവും നമ്മുടെ മധ്യത്തിൽ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായൊരു പെർഫെക്ഷനും പ്രത്യേകമായ ഒരു സവിശേഷതയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. Whenever God does something in our life, it has a different type of perfection and a very special result. ആ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും റിമാർക്കബിൾ ആയിട്ടുള്ളതാണ്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ്. All those works are very remarkable and significant for us. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ എല്ലാ സ്റ്റെപ്പിലും ദൈവം അങ്ങനെ ചെയ്തതായി കാണുന്നു. And even in the life of Israel, every step the Lord did like that. അവരെ കനാനിലേക്ക് യാത്രയാക്കി മുൻപോട്ട് പോകുമ്പോൾ ലോകം മുഴുവൻ വിധി എഴുതി. ഈ ജനം ചെങ്കടലിന്റെ മുന്നിൽ വെച്ച് എല്ലാം അവരുടെ കഥ അവസാനിക്കുകയാണ്. When the Lord brought them out and they traveled to Canaan, everyone wrote that they are going to be destroyed and finished in the wilderness. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പറയട്ടെ, ദൈവം നിന്നെ മുൻപോട്ട് നയിക്കുന്ന വേളകളിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികള്, അപ്രതീക്ഷിതമായ പരിശോധനകള് ഒക്കെ ഉയർന്നു വന്നെന്നിരിക്കാം. അതുകൊണ്ട് ലോകം ഒരു മാർക്കിടും, ലോകം വിധികളെ എഴുതിയെന്നിരിക്കും. പക്ഷേ അത് അവസാനമല്ല, അത് അൾട്ടിമേറ്റ് അല്ല. നിനക്ക് മുൻപോട്ട് കുതിക്കുവാനുണ്ട്, ഒരുപാട് മുൻപോട്ട് യാത്ര ചെയ്യുവാനുണ്ട്. Amen. Even in our lives, Lord, when God is leading us, we may face unexpected troubles and problems, and the world may write us off, but the Lord has a different plan to deliver us and take us through. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട്, ഭയപ്പെടാതെ ആശ്രയിച്ചുകൊണ്ട് പറയണം, എനിക്ക് മുൻപോട്ട് ഇനിയും യാത്ര ചെയ്യുവാനുണ്ട്. Even today, let us proclaim by trusting in the Lord that I have a journey to take forward. ലോകം ഏത് രീതിയിലും വിധി എഴുതിക്കൊള്ളട്ടെ, Whatever the world may say about us, സാഹചര്യങ്ങൾ ഏത് വിധത്തിലും ആയിക്കൊള്ളട്ടെ, and whatever our situations be, ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത നിർജീവമാക്കി കളയുന്നതായ സാഹചര്യമായിക്കൊള്ളട്ടെ, situations can be squeezing us and putting us down. പക്ഷേ ദൈവ പൈതൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ പറയണം, എനിക്ക് മുൻപോട്ട് വഴിയുണ്ട്. വഴി കാണിക്കുന്നവനായ ദൈവം യാഹ് എന്നാകുന്നു അവന്റെ നാമം. അവൻ എനിക്ക് മുൻപായി പോകുന്നു. Today, let us proclaim with faith, I have a way forward, and the Lord who is Yah, who is going before me. യാഹ് എന്നാകുന്നു അവന്റെ നാമം. His name is Yah. ഓ സ്തോത്രം! ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവത്തെ സ്തുതിക്കണം. Let us continue to praise the Lord today. നാം വായിച്ച ദൈവവചന ഭാഗത്തിൽ യഹോവയായ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ വേണ്ടി മാത്രം ആഹ്വാനം ചെയ്യുന്ന ഒരു അധ്യായമാണ് ഈ യെശയ്യാവ് 12. The passage we read today, Isaiah 12, is calling us to praise the Lord. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ചിന്തിക്കാത്ത, നനയ്ക്കാത്ത, നിരൂപിക്കാൻ കഴിയാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ പ്രവൃത്തിയെക്കുറിച്ച് ദൈവം അവരോട് സംസാരിച്ചിരിക്കുകയാണ്. Why is it so? Because the Lord has spoken to them about an unexpected, unimaginable time the Lord is going to take them to. ദൈവപൈതൽ ദൂത് മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Let us receive the counsel and continue to praise the Lord. സ്തോത്രം ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. Let us not go behind in praising God. ഹല്ലേലൂയ! ബൈബിൾ പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. The word of the Lord says, he who offers praise worships me. നാം സ്തോത്രം ചെയ്യുമ്പോൾ നമ്മെ ഉന്നം വെച്ച് നോക്കിയിരിക്കുന്ന ശത്രു, അവന്റെ കണ്ണ് ശൃംഖലാവാൻ തുടങ്ങുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. The word of the Lord says, when we praise him, the enemies who are targeting us will fall down and be destroyed. ഉന്നം വെച്ച് നോക്കിയിരിക്കുന്ന ശത്രുവിനെ ഡയറക്ഷൻലെസ് ആക്കുന്നതാണ് ദൈവപൈതലിന്റെ സ്തോത്രം. The praise is something, the enemies who are targeting us, it makes them directionless. അതുകൊണ്ട് തന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് പിശാച് അനുവദിക്കത്തില്ല. Therefore the devil does not allow us to worship or praise the Lord. സ്തോത്രം പറയുമ്പോൾ ഹല്ലേലൂയ പറയും. When we are told to praise the Lord, we say hallelujah. ഹല്ലേലൂയ പറയുമ്പോൾ മറ്റെന്തെങ്കിലും വാക്കുകളിലൂടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. When we want to say hallelujah, we say something else and praise the Lord. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇന്നെന്റെ ഉള്ളിൽ തന്ന പ്രേരണ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ
ഉന്നം വെച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളകുമെന്നാണ്. But the Lord is saying today, when we start praising Him, the hidden traps and the evil forces will be destroyed. ഇന്ന് പകൽക്കാലം ശക്തമായ ദൈവിക പ്രവൃത്തികളുടെ പകലാണിന്ന്. This is a day of great things and strong works from the Lord. വിടുതലിന്റെ മണ്ഡലം നമുക്ക് വേണ്ടി അവൻ തുറക്കുന്ന പകലാണിന്ന്. The breakthroughs are going to be open for us today. അതുകൊണ്ട് ദൈവജനം ദൈവത്തെ സ്തുതിക്കണം. Let us continue to therefore praise the Lord. ദൈവത്തെ സ്തുതിക്കാൻ മാത്രം സമയമെടുക്കുവാൻ പോകുകയാണ് നാം. We are going to take time just to praise the Lord today. സ്തോത്രം ചെയ്യാൻ മാത്രം സമയമെടുക്കുകയാണ്. A time to just praise the Lord. ഒരു 10 മിനിറ്റ് നാം സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. 10 minutes we are going to only praise the Lord. കാരണം പരിശുദ്ധാത്മാവിന് ധൃതി വെച്ച് ചില പ്രവൃത്തികൾ ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. Therefore the Holy Spirit wants to do some great things in the lives of the people today. അവന്റെ സമയക്കണക്കുകളിൽ വെളിപ്പെടേണ്ടതായ ചില പ്രവൃത്തികളുടെ മണ്ഡലങ്ങൾ തുറക്കുന്ന പകലാണിന്ന്. There are some deliverances which are going to be revealed in this appointed time. സ്തോത്രം മാത്രം ദൈവജനം ചെയ്യട്ടെ. Let us continue to worship and praise the Lord. ദൈവത്തിന്റെ നാമം അതിലൂടെ മഹിമപ്പെടുന്ന പകല്. And let the name of the Lord be glorified through that. ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോകുന്നു. The Lord is going to do great things for you today. ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. ദൈവജനം സ്തോത്രം ചെയ്യട്ടെ. ഉടർഖബല ശംദല പ്രൗഢവൽഖര ധരവക്ഷമന ഹൃദാൽഖര ധിരവക്ഷമന ഘടക രഗന ഹർവൽഖമന ഘടക രഹസ്യ. നാളുകളായി ദൈവിക വാഗ്ദത്തങ്ങളുമായി നടക്കുന്ന തന്റെ ജനത്തിന്റെ മുൻപില് വെളിപ്പെടേണ്ട നന്മകളുടെ ചാലുകള് ഈ പകൽ തുറക്കുന്ന പകലാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ലറാ ബലാ ഖനാ ദരാ ദുരാ അർത്ഥതര കൽവര ഖമനഗ റബൽ പ്രവാലഗടഗ ഹല്ലേലൂയ റഖാൽ പരബാല ബക്ഷാര സൈന്ദാ രഹസ്യാൽ ബത്താരേസ്യ. സ്തോത്രം 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 സ്തോത്രം. ഓ ശാരാഥ രേഖ രബ രബ ഓ രബേ രഗേ രദേ 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 രഗേ ഷാരാ ബാ 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 റിഖറശസ് ഖവാല ബാ ഷവാല. ഓ റിബാ രബാ രബ ഖവാല ബാ ഷവാല ബാ റിദാ രഗ രഗസ്യാല ബാ രബാ ലബ ഷാല. ഓ രഗൽ ബർബാല ബാ ഷമര ഹസ്യാല. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശുശ്രൂഷയിലുടനീളം വിടുതലിന്റെ ചലനങ്ങളെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. My dear ones, in this service the Lord is continuing to do great things. പകൽക്കാലം മനസ്സ് വേദനിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. Today all who have been troubled in their heart waiting for an answer, they are going to get a clear answer today. പരിശുദ്ധാത്മാവ് ശക്തമായി നൽകുന്ന പ്രേരണയാലാണ് ഈ വചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. This is a strong motivation from the Holy Spirit. That's why this word is being delivered to you. സ്തോത്രം. അങ്ങനെ വഴിയില്ലെന്ന് പറഞ്ഞ് ദൈവജനം പകച്ചു നിന്നപ്പോൾ ദൈവം സൂപ്പർ നാച്ചുറൽ വഴി തന്റെ ജനത്തിനു വേണ്ടി കർത്താവ് ഒരുക്കി. When the people didn't have a way to go, the Lord opened a supernatural way for them ahead. ആ ജനം ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു. The people walked on dry ground to the other shore. യഹോവയുടെ രക്ഷയെക്കുറിച്ച് അവർ മറുകര കടന്ന് അക്കരെ നിന്ന് പാടി. They sang about the deliverance of the Lord when they traveled across the dry land. തപ്പെടുത്തിട്ടില്ലാത്ത മിരിയം പോലും തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. Miriam took and worshipped the Lord across the shore. ദൈവ പൈതലേ, നിനക്ക് തപ്പെടുക്കാനുള്ള സമയമാണ് മുൻപിലെന്ന് ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞുകൊണ്ട് ഈ ആലോചന ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം വലിയ പ്രവൃത്തി ആഴമണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന പകലാണ് അവൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. My dear people, this is a time to worship and celebrate in the presence of the Lord, because He is going to do great things in our lives. ശക്തമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ അനുഭവിക്കുന്ന അനുഭവമായി മാറി. When they surrendered in the hands of the Lord, they experienced that great work in their lives. ഹല്ലേലൂയ, സ്തോത്രം. Hallelujah. Whole scenario അവിടെ ചേഞ്ച് ആവുകയാണ് ചെയ്തത്. The whole scenario changed there. അവരുടെ ജീവിതത്തിന്റെ വഴികൾ സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലായിരുന്നു. And the ways they went through were some things they have never dreamed in their lives. എങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളമായ അനുഭവങ്ങളുണ്ട്.
പ്രസംഗത്തിലുപരിയായി അതിനെ പരാമർശിപ്പിച്ച് ദൈവത്തിന്റെ വിടുതലിന്റെ തലങ്ങളിലേക്ക് നിങ്ങൾ പോവുക, അതിനെ പ്രാപിച്ച് ഈ ആലയത്തിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ദൈവാത്മാവ് ശുശ്രൂഷകളുടെ ആകെ ആഗ്രഹിക്കുന്നത്. And there are many situations mentioned in the Bible, and therefore today we will also receive that deliverance and go ahead. ഹല്ലേലൂയ. നമുക്കറിയാം നെഹമ്യാവിന്റെ അനുഭവം നമുക്കറിയാം. We know Nehemiah's experience. വളരെ ഡെസ്പായ സാഹചര്യമായിരുന്നു മുൻപിൽ ഉണ്ടായിരുന്നത്. It was a very desperate situation before him. മുൻപിലോട്ട് പോകുവാനോ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു. There was nothing to think about and no way to go ahead. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അതിശക്തമായൊരു ദൈവപ്രവൃത്തി അവിടെ നടക്കുകയാണ് ഉണ്ടായത്. But when he trusted and believed in the Lord did a great thing in his life. പ്രിയമുള്ളവരെ, ആ നാട്ടിലുള്ള ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും ഇസ്രയേലിന്റെ യെരുശലേമിന്റെ മതിലിനി പണിയുമെന്നോ അതൊരു രാജ്യമായി അനൗൺസ് ചെയ്യപ്പെടുമെന്നോ അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുമെന്നോ അന്ന് ആ കാലത്ത് ജീവിച്ചവരാരും സ്വപ്നം കണ്ടിട്ടില്ല. The people who survived that time never dreamed that the walls of Jerusalem will be rebuilt and the Jerusalem will be declared as a nation. അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകരോ മറ്റു തത്വചിന്തകരോ ആരും അതിനെക്കുറിച്ച് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. The political leaders and scholars never saw this as a dream. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം നെഹമ്യാവിന്റെ സ്വപ്നമായി മാറിയപ്പോൾ അതിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വ്യാപരിക്കുകയായിരുന്നു. But when they trusted in the Lord and the Lord's dream became Nehemiah's dream and the Lord did great things through him. ഇന്ന് പകൽക്കാലം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വീണ്ടും നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വലിയ ദൈവ പ്രവർത്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. Therefore today let us also surrender our lives for the glory of God and continue to pray in his midst. നമുക്കറിയാം ഹാനായുടെ ജീവിതവും വ്യത്യസ്തമായിരുന്നില്ല. We also know about Hannah's life, which was not different. ഏകദേശം ആ സാഹചര്യം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. Everything around her was putting her down and she could have just gone through that way. ദൈവമേ, നിന്റെ ഇടുങ്ങിയ സാഹചര്യങ്ങളെ കണ്ട് അതിൽ തൃപ്തിപ്പെട്ടു പോകാനാണോ ഇന്ന് ആഗ്രഹിക്കുന്നത്? ഒരു ചോദ്യമാണ്. It is a question. Are you ready to just accept your squeezed and narrow situations in your life? അവൈലബിൾ ആയിട്ടുള്ളതായ ചുറ്റുപാടുകളിൽ ഒതുങ്ങി നിന്ന് പോകുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? Are you accepting your state and just going to survive by? അല്ല, എനിക്ക് ബഹുദൂരം മുൻപോട്ട് പോകാനുണ്ട് Amen. Jesus. എന്നുള്ളതായ ഒരു സ്വപ്നം അതിനെ ഹൃദയത്തിലേറ്റാൻ തയ്യാറാണോ? ചോദ്യമാണ്. Or are we ready to receive a dream that we are going to go away too much ahead? എന്നാൽ നമ്മൾ നമ്മുടെ വഴികളെ മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. If so, then we need to change our ways. ഹാന ആ പ്ലേസിൽ നിന്ന് മാറി. Hannah changed her place from there. ഹാന ദൈവവുമായിട്ട് ഇടപെടുന്ന സ്ഥലത്തേക്ക് അവൾ മൂവ് ചെയ്യുകയാണ്. Hannah moved to a place where she was dealing with the Lord. ഇന്ന് പകൽക്കാലം മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം മറ്റൊരു തലത്തിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകുവാൻ മനസ്സിനെ പാകമാക്കുക. Today let us prepare our hearts and minds to go to a different level to the Lord. ആ തലം മറ്റൊന്നുമല്ല, ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞു, സഹായം വരുന്ന പർവ്വതമാണത്. That level or that destination is nothing else but that is the hill from where my help comes from, as David prayed. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. David says, I lift up my eyes to that hill. എൻ്റെ സഹായം സകലത്തെ ഉണ്ടാക്കിയവനിൽ നിന്ന് വരുന്നു. My help comes from the Lord, the maker of heaven and earth. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള സകല കാര്യത്തിലും ദൈവത്തിന്റെ കരവിരുതുണ്ട്. We need to know that in everything of our lives the Lord's hand is with us. ഈ ലോകത്തിൽ കാണുന്ന സകലതും വളരെ thoughtful ആയിട്ടുള്ള കാര്യമാണ്. Everything in this world is a very thoughtful thing. ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിപ്പാൻ, നിലവിളിക്കുവാൻ, സഹായം അഭ്യർത്ഥിക്കുവാൻ ഈ പ്രകൃതിയെ മാത്രം നോക്കിയാൽ മതി. If you want to see this, even nature is going to the Lord to receive help from him. അവിടെയെല്ലാം ഈ ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ കഴിയും. And everywhere around us we see the glory of the Lord. അത് ഗ്രഹിച്ചു. Hannah received that. അത് ഹൃദയത്തിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. And that started working in her heart. കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് കാര്യമില്ല, കാര്യം വർക്ക് ചെയ്യാൻ തുടങ്ങണം. It is not enough that we should know, but it should start working in our lives. പ്രോസസ് നടക്കത്തക്ക രീതിയിൽ
ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കണം. We should surrender for a process to happen in our പരിശുദ്ധാത്മാവ് hearts. ഇറങ്ങി വരുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൽ നാം നിൽക്കണം. We need to be in a preparation where the Holy Spirit is coming in our lives. ദൈവപ്രവൃത്തിയുടെ തലമാണ് എന്നുള്ള ഉറപ്പോടുകൂടെ പ്രവൃത്തിക്കായി കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. We need to stand firm and believe this is a time for the work of the Lord in my life. ഇന്ന് പകൽ അതിനുള്ള സമയമാണ്. This is that time in our lives. ഹാനാ ദേവാലയത്തിൽ വന്ന് അവിടെ ആരുമില്ല. Hannah went to the temple of the Lord and there is no one there. പുരോഹിതനുണ്ടെങ്കിലും അതൊന്നും സെൻസ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ A ഇല്ല. priest is there but he cannot sense anything. പ്രിയമുള്ളവരെ, ദൈവം പ്രവർത്തിക്കുന്നിടത്ത് സെൻസ് ചെയ്യുന്ന ആരുമില്ലെങ്കിലും ചുറ്റുപാടുകളെല്ലാം സീറോ ഗ്രൗണ്ട് ആണെങ്കിലും അതിനകത്ത് കർത്താവ് പ്രവർത്തിക്കും. ഇന്ന് പകല് അനേകരുടെ ജീവിതത്തിൽ ചില പ്രവർത്തികളെ ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ദൈവത്തെ 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 വിളിച്ചപേക്ഷിക്കുക. Even when the Lord starts working, there may not be anyone to sense or see, but it is nothing before the Lord to work for us. അവിടെ ആരുമില്ലെങ്കിലും അവളുടെ കണ്ണുനീരും അവിടെ തകർച്ചയും അവിടെ ഹൃദയത്തിനകത്ത നീറ്റലും ഒപ്പിയെടുക്കുന്ന ദൈവം അവിടെ സന്നിഹിതനായിരുന്നു. There was no one there but her tears and her broken heart. The Lord was there to wipe her tears. ഇന്ന് പകൽ ദൈവ പൈതലേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വന്നിരിക്കുകയാണ്. And even today that Lord is present in our midst. നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. He has come searching for you. അതേ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി മാത്രം. Yes, he has come only for you. നിനക്ക് വേണ്ടി മാത്രം. He has come only for you. നിന്റെ ഉറക്കം കെടുത്തുന്ന അനുഭവം, The situations giving us sleepless nights. നീ കൊണ്ട് നടക്കുന്ന വിഷയം, The problems which are troubling our hearts. നിന്റെ സങ്കടം, Our sorrows. പലപ്പോഴും ഉറങ്ങാതെ അർദ്ധരാത്രിയിൽ കണ്ണു തുറന്ന് കിടക്കുന്ന മനോവേദനയോടുകൂടിയുള്ള നിന്റെ അനുഭവം, The sleepless nights and crying in the midst of the night, those situations the ഈ Lord പകൽ knows. പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി അവനിവിടെ വന്നിട്ടുണ്ട്. The Holy Spirit is prophesying the Lord has come for you. തകർന്നുരുകിയ ഹന്നായുടെ ഹൃദയത്തെ കണ്ടതുപോലെ നിന്റെ ഹൃദയത്തെ, നിന്റെ മനോവേദനയെ ഒപ്പിയെടുത്ത് ഒരു വലിയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവകരം ഇവിടെ ചലിക്കുകയാണ്. The Lord who wiped the tears of Hannah is here to wipe our tears and remove our broken state. ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. Can we surrender our hearts? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. Let us pray. ഓ റബ ഷമ ഖദാര കത്തീന സിയ അർബൽ ഖമാന ഷസീന ജാല. സ്തോത്രം. ദൈവപ്രവൃത്തിയുടെ മണ്ഡലങ്ങൾ അവൻ നമ്മുടെ മധ്യത്തിൽ തുറക്കുന്നു. The Lord is opening out great deliverances in our midst today. ഹല്ലേലൂയ റഖൽ വൈഷനഗസിയാല. റേബൽ ഘടകസ്യ 2-3 കാര്യങ്ങൾ ദൈവാത്മാവിനെ വെളിപ്പാടിൽ കാണിക്കുന്നതിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത്. 2-3 things that God is revealing to me. I'm going to stay ahead. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തില് ഹല്ലേലൂയ എലിസബത്ത്, We know in the New Testament about Elizabeth. സ്തോത്രം. എലിസബത്തിന് 6-ാം മാസം ഇതെന്ന് മറിയയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. The Holy Spirit tells Mary this is the 6th month for Elizabeth. എന്നാൽ അതിനു മുൻപായി സക്കറിയാവിനോട് ദൈവം ഒരാലോചന അവനോട് നേരിട്ട് പറയുവാനായിട്ട് വന്നു ദൂതൻ. But before that, the angel of the Lord came to speak to Zechariah. ദൈവാത്മാവെന്നെ കാണിക്കുന്നത് ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലമാണ്. ആ ദൂത് വേണ്ടും പോലെ ഏറ്റെടുക്കുവാൻ സക്കറിയാവിന് അന്നേരം കഴിഞ്ഞില്ല. The Lord is showing that the instruction that angel came to say Zechariah, but he was not able to receive it. കാത്തിരുന്ന എലിസബത്തിന്റെ അടുക്കൽ സ്തോത്രം അഭിഷക്തയായ മറിയയെ ദൈവം കൊണ്ടുവരികയാണ്. But Elizabeth was waiting for the promise of the Lord. The Lord is leading Mary to her. ദൂതേറ്റെടുത്ത് അതിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരുവളെ ദൈവം അവിടെ അവൈലബിൾ ആക്കുകയാണ്. The Lord is making Mary available who accepted the will of the Lord and prayed. അടുത്ത മൊമെന്റിൽ അവിടെ ദൈവപ്രവർത്തികൾ നടന്നു. And the next moment the work of the Lord is happening there. പ്രിയമുള്ളവരെ, ഏറ്റവും കൺസേൺ ആയി ആദ്യമായി ആ മെസ്സേജ് സക്കറിയാവ് ആയിരുന്നു അറിയേണ്ടിരുന്നത്. But in the beginning Zechariah was the one who had to carry that message. സക്കറിയാവ് ആയിരുന്നു ആ മെസ്സേജ് കൈമാറേണ്ടിയിരുന്നത് എലിസബത്തിന്. It was Zechariah who had to communicate that message to എന്നാൽ ഏറ്റവും ക്ലോസറായ സർക്കിളിൽ നിന്ന് പോലും പോസിറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ അതിങ്ങനെ വെല്ലുവിളികളെ ഉയർത്തിക്കൊണ്ട് വാതിലുകളെ അടച്ചു കളയുവാൻ ശത്രു ശ്രമിച്ചാലും ദൈവത്തിന്റെ നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ അത് ഉവ്വെന്ന് തന്നെയാണ്. അവൻ നിനക്ക് വേണ്ടി അങ്ങനെ തന്നെ പ്രവർത്തിക്കുമെന്ന് ആത്മാവ് തെളിവായി പ്രവചിക്കുന്നു. No matter the circle be closed, the devil may try to stop the promises, but the Lord will deliver his promise for you and me in our lives today.
ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let us continue to praise the Lord. ഓ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. Let us continue to pray in the presence of the Lord. സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Let us continue to worship and നമ്മുടെ praise the പ്രൈഡ് Lord. എല്ലാം മാറ്റി വെച്ച് പ്രൈസിന് പ്ലേസ് കൊടുക്കുക. Let us remove our pride and give place to the Lord. നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് കണ്ണിനെ മാറ്റിക്കൊണ്ട് സർവശക്തനിലേക്ക് കണ്ണുകൾ ഉയർത്തുക. Let us remove our situations and lift our eyes to the Almighty ഓ One. നിന്റെ മുൻപിൽ നിൽക്കുന്ന വലിയ മലകളുണ്ടല്ലോ, പർവ്വതങ്ങള്, അസാധ്യത പറയുന്ന ആ മലകളെ നിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആ ദൈവത്തിങ്കലേക്ക് നിന്റെ ഹൃദയ കണ്ണുകൾ ഉയരട്ടെ ഈ പകല്. Let us remove the mountains in front of us from our thoughts, but lift our eyes to the holy hill from where our help comes from. ഓ അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന മോമെന്റ് ആണിത്. This is a moment where the Lord is going to do ഓ great ഇത് things. വളരെ പവിത്രമായ മോമെന്റ് ആണ്. It is a very holy and special ഓ moment. ശത്രുവിന്റെ വെല്ലുവിളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇടപെടുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. It is a moment where the devil ഓ forces are being ദൈവജനം ആ destroyed. വിടുതലിനായി അധരങ്ങൾ തുറക്കട്ടെ. Let us open our mouths for ഓ that റഖൽ deliverance. വൈഡ പ്രഭാ ലബക്ഷാരാസിയാന രഗദനാസിയ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കർത്താവേ തന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ നീറ്റലുകൾക്ക് മറുപടി നൽകുന്നതിനായി അങ്ങയെ വാഴ്ത്തുന്നു. Praise you for the answer. ലേറെ രേഖേ നാപ്തേ രാക്ഷേ ഹൈദ പ്രബാല രഗന. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. റീദൽ പ്രബൽ ഖമന ഖടഗ രഗസ്യ റബന അർത്ഥൽ ഖമാര ബക്ഷാല ഘടകസ്യാല ബരഗന. ഗ്ലോറി ബി ടു ഗോഡ്. തടസ്സങ്ങൾ മാറട്ടെ. ഓ വെല്ലുവിളികൾ മാറട്ടെ. പോരുകൾ അഴിയട്ടെ. ഓ ബന്ധനങ്ങൾ തകരട്ടെ. ദുഷ്ടന്റെ നുകങ്ങൾ തകരട്ടെ. അഭിചാരത്തിന്റെ പോരുകളെല്ലാം ഭസ്മമാകട്ടെ. ഓ ദുഷ്ടവ്യാപാരങ്ങള്, ശത്രു കണ്ണുകളുടെ ഉയരുന്ന വ്യാപാരങ്ങള്, The eye of the devil be broken today. ഓ ശാല രേഖ രാധ രേഖ രതന ഓ റേബൽ ഖരഗസ്യാല വരഗദന. അന്യാരാധനയുടെ ശക്തികള് ഉടര പ്രൗഢൽ വൈഡകരഘടക സ്വന്തര വൈഡകരഗസ്യാല. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് തന്റെ ജനം സ്വതന്ത്രമാകട്ടെ. തന്റെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ ഉദ്ധരിക്കപ്പെടട്ടെ. കുടുംബങ്ങളെ വരിഞ്ഞ് മുറുക്കി നിൽക്കുന്ന, സന്തോഷത്തെ കെടുത്തി കളയുന്ന, ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, വിടുതലിനെ പ്രാപിക്കാൻ കഴിയാതെ വെല്ലുവിളിയർത്തുന്ന എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ അതിന്റെ കെടുതികൾ നിർവീര്യമാകട്ടെ, നിർവീര്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ശക്തമായ ചില പ്രവൃത്തികളുടെ തലങ്ങളെ അവൻ തുറന്നിരിക്കുകയാണ്. Strong breakthroughs are happening today in our midst. നിങ്ങൾ വിചാരിക്കാത്ത തലത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ചു നടത്തുന്ന ആത്മാവിന്റെ സ്ഥലം ഇവിടെ തുറന്നിരിക്കുകയാണ്. In unexpected ways, the Holy Spirit is going to hold your hand and take ഓ us through. സ്തോത്രം. ഇവിടെ അവിശ്വാസത്തിന് സ്ഥാനമില്ല. There is no place for disbelief. ഓ റബൽ ഖമരഘടക റസ്യാല രഗന. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഓരോ വ്യക്തികളിലും ഇടപെടുന്നു. ഓരോ കുഞ്ഞുങ്ങളിലും ഇടപെടുന്നു. In every heart, in every soul. ഓരോ കുഞ്ഞുങ്ങളിലും ഇടപെടുന്ന എല്ലാ കുഞ്ഞുങ്ങളും സ്തോത്രം ചെയ്യട്ടെ. All the kids may start praising the Lord. ഓ റബൽ ഖമാല ബക്ഷാദിയ. ദൈവം ഇതിലെ നടക്കത്തില്ലെന്ന് പറഞ്ഞതും നിന്റെ സ്വപ്നമായി ഹൃദയത്തിൽ അവശേഷിക്കുന്നതുമായ ചില വിഷയങ്ങളെ ഇന്നിവിടെ പരിശുദ്ധാത്മാവ് അപ്രൂവ് ചെയ്യുന്നു. കൽബോ റെബേ ഖലേ ശലേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഖലാ റബാല തിരാമാന റബാലബ രബഖന രബല ശദല. ഓ ഹല്ലേലൂയ. റബേ രേഖേ രദേ റദാ രഖാ രഗ രഗ സിഖരാ ദരാ ദന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. Hallelujah. Oh, hallelujah. 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 നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. പരിശുദ്ധനെ, Oh holy God, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. we thank you for this wonderful time. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തോത്രം. We thank you for coming into our midst today.
നീ വലിയവ ചെയ്തിരിക്കയാൽ സ്തോത്രം. You have already done great things, therefore we thank you. മഹത്തരമായ നിന്റെ കരം ഇടപെട്ടിരിക്കയാൽ സ്തോത്രം. Your glorious hand has already worked in our midst, therefore we thank ഓ you. പാഴ്മലകളിൽ നദികളെ ഒരുക്കുന്ന ദൈവപ്രവൃത്തി ഇന്നിവിടെ നടന്നിരിക്കുന്നതിനായി സ്തോത്രം. You have flown streams in the deserts, therefore we thank you in our lives. ഓ മരുഭൂമിയിൽ നീരുറവ ഒരുക്കുന്നത് പോലെ ദൈവപ്രവൃത്തികളെ നീ തന്റെ ജനത്തിനു വേണ്ടി ചെയ്തിരിക്കയാൽ സ്തോത്രം. The work similar to streams in the desert you have done in our lives, therefore we thank you. ഓ തടസ്സച്ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റിയിരിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. Thank you for breaking the bondages of chains from our lives. ഓ കുൽബാറബക്കൽ സോറെ ഖനാസിയെ താങ്ക്സ് ഖനോസിയ തേരെ. ഓ ഹല്ലേലൂയ റബൽ പ്രവൽ ഖമന തിരവരകടക സന്ദർ പ്രൗഢവൽ ഖന റബ്ശബലബ ശംദല. ശാരീരിക അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഓ റാബ 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 യഹോവ റാഫ റാഫ ഖമാറാബ സ്യാല റഖേറബേ. ദൈവ സൗഖ്യത്തിന്റെ ആ കരം ഇവിടെ വ്യാപരിക്കുന്നു. The healing hand of the Lord is being manifested in our midst. Hallelujah. Shadar Vashchesia. Loma Kamasiante. Lebar Shamaskana Sianderialaba. Oribakamona Machamana Hasiala. O Shateri Alaba Kamsona Varagana. Ribarabakam Koni Aseria, Rabba Shama Siateria. Atura Shamaskan Parad Shamanasialaba. O Judar Kamana Machala Gadagasiala. രക്തല സനാതന കമനാതന കടർഖനാദിയ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ശരീരാത്മദേഹികളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വ്യാപരിക്കുന്നു. നാളുകളായി ശരീരത്തെ തളർത്തുന്ന, നാളുകളായി ശരീരത്തെ തളർത്തിക്കൊണ്ട് ഇന്നും ഒരു ഭയം ജട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ വെല്ലുവിളികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് സമ്പൂർണതയോടെ ഇറങ്ങി. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, All who are praying for an offspring in their lives. അവരുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ, ഭാവി വളർച്ച, മെന്റൽ ഫിസിക്കൽ changes to come in their lives, a growth mentally, spiritually. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ഇടപെടുന്നു. The Spirit of the Lord is working clearly in our midst. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ വർക്ക് അവർക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഇടപെടുന്നു. വിശ്വസിച്ച് ദൈവജനം പ്രാർത്ഥിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ, അതിനുവേണ്ടി സ്തോത്രം ചെയ്യട്ടെ. Oh, hallelujah. Rabdura Shamna Ragana. Juda Rebekhamana Saidal Kamana Gasiala. Glory, 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 glory. Glory, hallelujah. കർത്താവേ, ശ്രേഷ്ഠമായ ആത്മിക ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് നിന്റെ കൃപ അധികമായി പകരുന്നതിനായി സ്തോത്രം. Lord, we thank you for your grace upon everyone who is praying for a fruitful and victorious spiritual life. ഇന്ന് ഈ ഹാളിനുള്ളിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും, ഓൺലൈനിലൂടെ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് പ്രത്യേകമായി സഹായിക്കുന്നതിനും നീറ്റലുകൾ, ഹൃദയത്തിന്റെ വേദനകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്കായി അങ്ങയെ വാഴ്ത്തുന്നു. Lord, we thank you for your mercies, for your strength and peace upon everyone who is attending today. അത്ഭുത പ്രവർത്തികൾക്കായിട്ട് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. We praise you for your wondrous deeds in our lives. ഓ നീ വലിയവൻ കർത്താവേ. You are great. നീ വലിയവനായ ദൈവം കർത്താവേ. You are a great God, Lord Jesus. ഓ സ്തോത്രം, നീ താഴ്ചയിൽ കടാക്ഷിക്കുന്ന ദൈവമാണല്ലോ. You are the God who lifts up the humble and our lowly state. നീ അങ്ങനെ വലിയ പ്രവർത്തന ജനത്തിനു വേണ്ടി ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. We thank you for your mighty deeds for us, Lord Jesus. വലിയ പ്രവർത്തികളുടെ വാതിൽ നീ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. You have opened doors for mighty things, therefore we thank you, Lord.
ചില പ്രത്യേക പ്രവർത്തികൾ തന്റെ മക്കളിൽ നീ ചെയ്യുന്നതിനായി സ്തോത്രം. We thank you for the special works you are doing for your children today. ശത്രു അത് കണ്ട് ലജ്ജിക്കത്തക്ക നിലയിൽ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. Lord, you are going to shame our enemies, therefore we thank you, Lord. ശത്രുവിന്റെ സകല കാൽക്കുലേഷനും കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് ചില അസാധാരണമായ വിടുതലുകൾ നീ ചെയ്യുന്നതിനായി സ്തോത്രം. You are going to spoil all the calculations of our enemies and do great things for us, therefore we thank you, Lord. ശത്രുവിന്റെ പ്രഡിക്ഷൻസിനെ ക്യാൻസൽ ചെയ്യുന്നതിനായി സ്തോത്രം. Thank you for cancelling the predictions of our enemies and the devil, Lord. ഓ സ്തോത്രം. ശത്രുവിന്റെ സ്റ്റേറ്റ്മെന്റുകളെ നള്ളിഫൈ ചെയ്യുന്നതിനായി സ്തോത്രം. We thank you for nullifying the statements of the devil, Lord. ഓ ശത്രുവിന്റെ ശാപവാക്കുകളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇടപെടുന്നതിനായി സ്തോത്രം. We thank you, Lord, for cancelling the curses brought upon us by our enemies, Lord. കർത്താവേ, നിന്റെ ജനത്തെ തിരുനാമത്തിൽ വീണ്ടും അനുഗ്രഹിക്കുന്നു. We bless your people in your name, Jesus. വലിയ പ്രവർത്തികൾക്കായി നീ ഒരുക്കും. You are preparing them for great things, therefore we thank you. ദൈവം അനുഗ്രഹിച്ച വിശേഷ തലമുറ എന്ന പേരിൽ ഓരോ വ്യക്തികളെയും നീ വളർത്തും, വർദ്ധിപ്പിക്കും. Everyone is going to be blessed and you are going to build them up, therefore we thank you, Lord. മാനിക്കും, അനുഗ്രഹിക്കും. You are going to bless them and honor them, therefore we thank നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീ ഉറപ്പിച്ചു നിർത്തും. you. You will establish them for your name. ആ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. We thank you for those great things, Lord. നന്ദി കർത്താവേ.